ട്രാൻസ്മിഷൻ ഓഫ് വൈറസ്. ഈ ഒരു സെക്ഷനിൽ പഠിക്കാൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈറസ് എങ്ങനെയാണ് പ്ലാന്റുകളിൽ അല്ലെങ്കിൽ ചെടികളിൽ ട്രാൻസ്മിറ്റ് ആവുന്നതെന്നുള്ളതാണ്. പല വിധേനയും ട്രാൻസ്മിറ്റ് ആവുന്നുണ്ട്. ഫംഗസ് രോഗങ്ങൾ പടരുന്നത് പോലെയല്ല വൈറസ് രോഗങ്ങൾ പടരുന്നത്. അപ്പോൾ ഈ സ്പ്രെഡും ട്രാൻസ്മിഷനും വെച്ചിട്ടാണ് മാനേജ്മെന്റ് ആസ്പെക്ട്സ് തീരുമാനിക്കുന്നത്. അപ്പം ഇത് കുറച്ച് ടേംസ് ആണ്, ടെർമിനോളജീസ് ആണ് വൈറസുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. ഇതിൽ വിറിയോൺസ് എന്ന് പറഞ്ഞാൽ മെച്യൂർ വൈറസ് പാർട്ടിക്കിൾസിനെയാണ് വിറിയോൺസ് എന്ന് പറയുന്നത്. പക്ഷെ വൈറോയിഡ് എന്ന് പറഞ്ഞാൽ വൈറസ് അല്ല, പക്ഷെ അതൊരു സർക്കുലർ സിംഗിൾ സ്ട്രാൻഡഡ് RNA മാത്രമാണ്. പക്ഷെ ഈ സർക്കുലർ സിംഗിൾ സ്ട്രാൻഡഡ് RNA പ്ലാന്റിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം വൈറോയിഡ് ഒരിക്കലും ഒരു വൈറസ് അല്ല, അത് വേറെ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ്. ജസ്റ്റ് ഒരു സർക്കുലർ സിംഗിൾ സ്ട്രാൻഡഡ് RNA മാത്രമാണ് അത്. ഈ ഒരു സർക്കുലർ സിംഗിൾ സ്ട്രാൻഡഡ് RNA ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു എൻറ്റിറ്റി ആണ്. പക്ഷെ സാറ്റലൈറ്റ് RNA എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു ചെറിയ RNA മോളിക്യൂൾ ആണ്. പക്ഷേ അതിനൊരു വൈറസിന്റെ സഹായം വേണം റെപ്ലിക്കേറ്റ് ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനും ഒക്കെ. ഒരു ഹെൽപ്പർ വൈറസ് ഉണ്ടെങ്കിലേ ഈ സാറ്റലൈറ്റ് RNAക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ചില വൈറസുകളുടെ കൂട്ടത്തിൽ എപ്പോഴും ഒരു സാറ്റലൈറ്റ് RNA കാണും. ആ സാറ്റലൈറ്റ് RNA ഈ വൈറസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ഏത് വൈറസ് ആണോ ഈ സാറ്റലൈറ്റ് RNAനെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്, ആ വൈറസിനെ ഹെൽപ്പർ വൈറസ് എന്ന് പറയും. അപ്പം ഈ ഹെൽപ്പർ വൈറസുകളുടെ സഹായത്തോടെ റെപ്ലിക്കേറ്റ് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു RNA മോളിക്യൂൾസിനെയാണ് സാറ്റലൈറ്റ് RNA എന്ന് പറയുന്നത്. പക്ഷെ സാറ്റലൈറ്റ് വൈറസ് എന്ന് വെച്ചാൽ സെയിം ആണ്. അതായത് ഒരു ഹെൽപ്പർ വൈറസിന്റെ സഹായത്തോടു കൂടി റെപ്ലിക്കേറ്റ് ചെയ്യുന്ന വൈറസ് ആണ്. പക്ഷെ ഇതൊരു വൈറസും കൂടിയാണ്. അതായത് ഇതിനൊരു പ്രോട്ടീൻ കോട്ട് ഉണ്ട്, അതിനകത്താണ് ഈ RNA ഉള്ളത്. പിന്നെന്താ, ഈ സാറ്റലൈറ്റ് വൈറസിന് സ്വന്തമായിട്ടൊരു ജീനോം ഉണ്ട്, ഒരു ന്യൂക്ലിക് ആസിഡ് ഉണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ ന്യൂക്ലിക് ആസിഡിൽ നിന്നും ചില പ്രോട്ടീൻസ് ഒക്കെ അത് കോഡ് ചെയ്യാറുണ്ടെങ്കിൽ കൂടിയും റെപ്ലിക്കേഷന് ഹെൽപ്പർ വൈറസിന്റെ സഹായം വേണം. അപ്പൊ സാറ്റലൈറ്റ് RNAയും സാറ്റലൈറ്റ് വൈറസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറ്റലൈറ്റ് RNA ജസ്റ്റ് ഒരു RNA മോളിക്യൂൾ മാത്രമാണ്, അതിന് പ്രോട്ടീൻ കോട്ടൊന്നുമില്ല. പക്ഷെ സാറ്റലൈറ്റ് വൈറസിന് ഒരു പ്രോട്ടീൻ കോട്ട് ഉണ്ട്, ഒരു ന്യൂക്ലിക് ആസിഡ് ഉണ്ട്, അതിന്റെ ഒരു ജനറ്റിക് ഒരു ജീനോമും കൂടിയാണ്. പക്ഷേ ന്യൂക്ലിക് ആസിഡും പ്രോട്ടീൻ കോട്ടും ഉണ്ടെങ്കിൽ പോലും റെപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ വേറൊരു ഹെൽപ്പർ വൈറസിന് സഹായം വേണം. പക്ഷെ സ്വന്തമായിട്ടൊരു ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളതുകൊണ്ട് പ്രോട്ടീൻ കോഡ് ചെയ്യും. പക്ഷെ സാറ്റലൈറ്റ് RNAയുടെ കേസിൽ സ്വന്തമായിട്ട് പ്രോട്ടീൻ കോഡ് ചെയ്യാനും പറ്റത്തില്ല, റെപ്ലിക്കേറ്റ് ചെയ്യാനും പറ്റത്തില്ല. പക്ഷെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ ഹെൽപ്പർ വൈറസിന്റെ സഹായവും വേണം. അതാണ് സാറ്റലൈറ്റ് RNAയും സാറ്റലൈറ്റ് വൈറസും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി വൈറോസോയിഡ്സ് എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് RNA പോലെയൊക്കെ തന്നെയാണ് അതിന്റെ ഒരു ഫംഗ്ഷൻ, അതായത് ഒരു RNA മോളിക്യൂൾ ആണ്. പക്ഷേ വൈറോസോയിഡ് എന്ന് പറഞ്ഞാൽ വൈറോയിഡ് പോലെ സർക്കുലർ സിംഗിൾ സ്ട്രാൻഡഡ് RNA ആണ്. പക്ഷേ ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റിയോ പ്രോട്ടീൻ കോഡിയോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇതിനൊരു ഹെൽപ്പർ വൈറസ് വേണം റെപ്ലിക്കേറ്റ് ചെയ്യാൻ. അപ്പോൾ ഹെൽപ്പർ വൈറസിന്റെ സഹായത്തോടു കൂടി റെപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരു സർക്കുലർ സിംഗിൾ സ്ട്രാൻഡഡ് RNA മാത്രമാണ് വൈറോസോയിഡ്സ്. ഇതും വൈറോയിഡ് തമ്മിലുള്ള വ്യത്യാസം, വൈറോയിഡ് ഒരു സർക്കുലർ സിംഗിൾ സ്ട്രാൻഡഡ് RNA ആണ്. കണ്ടാൽ രണ്ടും ഒരുപോലെയാണ്. പക്ഷെ വൈറോയിഡിന് സ്വന്തമായി റെപ്ലിക്കേറ്റ് ചെയ്യാനും ഇൻഫെക്ഷൻ ഉണ്ടാക്കാനും പറ്റും. വൈറോസോയിഡ്സിന് സ്വന്തമായി പ്രോട്ടീൻ കോഡ് ചെയ്യാനോ റെപ്ലിക്കേറ്റ് ചെയ്യാനോ പറ്റില്ല. ഇനി പ്ലാന്റ് വൈറസുകൾ പലതരം ഉണ്ട്. മിക്കതിനുമൊക്കെ RNA ആണ് ജീനോം, ചിലതിനൊക്കെ DNA ആണ് ജീനോം. അപ്പൊ ഇതെങ്ങനെയാണ് ചെടികളിലേക്ക് ട്രാൻസ്മിറ്റ് ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ട് രീതിയിൽ ട്രാൻസ്മിറ്റ് ആകാം. ഒന്ന് ഹൊറിസോണ്ടൽ ട്രാൻസ്മിഷൻ എന്നും പിന്നെ വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ എന്നും പറയാം. ഹൊറിസോണ്ടൽ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചെടിയിൽ നിന്ന് വേറെ ചെടിയിലേക്ക് ഏതെങ്കിലും വെക്ടറോ അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സ് മനുഷ്യന്റെ സഹായങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ടൂൾസ് ഏതെങ്കിലും നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്ന ഏതെങ്കിലും പണിയായുധങ്ങൾ വഴിയോ മുറിവ് വഴിയോ അങ്ങനെയൊക്കെ ട്രാൻസ്മിറ്റ് ആകുന്നതിനെയാണ് ഹൊറിസോണ്ടൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. പക്ഷെ വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെടിയുടെ സീഡിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പേരന്റ് പ്ലാന്റിൽ നിന്ന് പ്രൊജനിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെയാണ് വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ എന്ന് പറയാം. അതൊന്നെങ്കിൽ സീഡ് വഴിയാകാം, അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേറ്റീവ് മെറ്റീരിയൽസ് കൂടി ആയിരിക്കാം ഈ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഇനി
ഈ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ എന്നുള്ളത് ഒരു ബ്രോഡ് കാറ്റഗറിയാണ് ട്രാൻസ്മിഷന്റെ. അത് ഓരോന്ന് സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ നോൺ ഇൻസെക്ട് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടായിരിക്കും? സാപ്പ് ഇനോക്കുലേഷൻ അല്ലെങ്കിൽ മെക്കാനിക്കൽ. സാപ്പ് എന്ന് പറഞ്ഞാൽ വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു ചെടിയിലെ സാപ്പ് ഒരു ഹെൽത്തി പ്ലാന്റിലേക്ക് നമ്മൾ തേക്കുകയാണെങ്കിൽ അത് ഇൻഫെക്റ്റഡ് ആകാം. മെക്കാനിക്കൽ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാലും സാപ്പ് ഇനോക്കുലേഷൻ പോലെ തന്നെയാണ്. എല്ലാ വൈറസും സാപ്പ് ഇനോക്കുലേഷൻ പറ്റത്തില്ല, ചില വൈറസുകളെ പറ്റുള്ളൂ. അതിന്റെ സാപ്പ് ഇനോക്കുലേഷന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ടൊബാക്കോ മൊസൈക്ക് വൈറസ്. പിന്നെ പൊട്ടറ്റോ വൈറസ് വൈയും സാപ്പ് ഇനോക്കുലേഷൻ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഇനോക്കുലേഷന്റെ ഒരു ഉദാഹരണമാണ്. ഇനി സീഡ് വഴി, എല്ലാ വൈറസും സീഡ് വഴി ട്രാൻസ്മിറ്റ് ആകത്തില്ല. മിക്ക വൈറസും സീഡ് വഴി ട്രാൻസ്മിറ്റ് ആകത്തില്ല. വളരെ ചുരുക്കം ചില വൈറസുകൾ മാത്രമേ സീഡ് വഴി ട്രാൻസ്മിറ്റ് ആകത്തുള്ളൂ. അതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ബീൻ കോമൺ മൊസൈക്ക് വൈറസ് എന്ന് പറയുന്നത്. സീഡ് വഴി ട്രാൻസ്മിറ്റ് ആകുന്ന ഒരു വൈറസ് ആണ്. ഇനി ഫംഗസ് പഠിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഫംഗൽ വെക്ടർ ആയിട്ടുള്ള കുറച്ച് വൈറസ് അസുഖങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒൽപീഡിയം ബ്രാസിക്കി എന്ന് പറയുന്ന ഫംഗസ്, ഒൽപീഡിയം ഏതാണ്? ഒരു കൈട്രിഡിയം മൈക്കോട്ടയിൽ വരുന്ന ട്രൂ ഫംഗസ് ആണ്. അപ്പം ഈ ഒൽപീഡിയം ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വൈറസ് ആണ് ടൊബാക്കോ നെക്രോസിസ് വൈറസ്, ടൊബാക്കോ സ്റ്റണ്ട് വൈറസ്, ലെറ്റ്യൂസ് ബിഗ് വെയിൻ വൈറസ്. ഇനി സിങ്കൈട്രി എന്ന് പറയുന്ന വേറൊരു ഗ്രൂപ്പ്, കൈട്രിഡിയം മൈക്കോട്ടിൽ തന്നെയുള്ള വേറൊരു ഗ്രൂപ്പ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വൈറസ് ആണ് പൊട്ടറ്റോ വൈറസ് എക്സ്. സിങ്കൈട്രി കോസ് ചെയ്യുന്ന ഡിസീസ് ഏതാണ്? പൊട്ടറ്റോ വാർട്ട്. അപ്പൊ ഈ പൊട്ടറ്റോയിൽ വാർട്ട് ഡിസീസ് ഉണ്ടാക്കുന്നത് മാത്രമല്ല, പൊട്ടറ്റോയിൽ വേറെ 2 വൈറസ് രോഗങ്ങളുടെ ഒരു വെക്ടർ ആയിട്ടും കൂടി സിങ്കൈട്രിയും ആക്ട് ചെയ്യുന്നുണ്ടെന്നാണ് പൊട്ടറ്റോ വൈറസ് എക്സും പൊട്ടറ്റോ മോക്ടോപ്പ് വൈറസും. ഇനി പ്രോട്ടോസോവ എന്താണ്? ഒരു എന്താ പറയാ, ഫംഗൽ ലൈക്ക് ഓർഗാനിസം ആണ്. പ്രോട്ടോസോവൻ ഫംഗൈ എന്ന് നമ്മൾ പറയും. അതിന്റെ ഒരു എക്സാമ്പിൾ പോളിമിക്സ. അപ്പൊ പ്രോട്ടോസോവ എന്തൊക്കെ വൈറസുകളുടെ വെക്ടർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീറ്റ് മൊസൈക്ക് വൈറസ്, ബാർലി യെല്ലോ മൊസൈക്ക് വൈറസ്, ഓട്ട് മൊസൈക്ക് വൈറസ്. അപ്പൊ ഈ ധാന്യവിളകൾ വീറ്റ്, ബാർലി, ഓട്സിലൊക്കെ മൊസൈക്ക് വരുത്തുന്ന അസുഖങ്ങൾ വരുത്തുന്ന വൈറസുകളുടെ ഒക്കെ വെക്ടർ പ്രോട്ടോസോവയാണ്. ഏത് പ്രോട്ടോസോവയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോളിമിക്സ ഗ്രാൻഡസ്. ഇനി വെജിറ്റേറ്റീവ് അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ട്രാൻസ്മിഷൻ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് വഴി ട്രാൻസ്മിറ്റ് ആകാൻ ചാൻസ് ഉള്ള ഡിസീസ് ആണ് പൊട്ടറ്റോ വൈറസ് വൈ ആൻഡ് PLRV, പൊട്ടറ്റോ ലീഫ് റോൾ വൈറസ്. അപ്പം അതായത് ഇപ്പം എന്താ പറയാ, ഒരു പൊട്ടറ്റോയിൽ നിന്ന് വേറൊരു പൊട്ടറ്റോയിലേക്ക്, അതായതെങ്കിൽ അങ്ങനെ ട്യൂബർ വഴി ഒക്കെ ട്രാൻസ്മിറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. പൊട്ടറ്റോ ഒരു ട്യൂബർ ആണല്ലോ. അപ്പോൾ പൊട്ടറ്റോ വൈറസ് വൈയും പൊട്ടറ്റോ ലീഫ് റോൾ വൈറസും വെജിറ്റേറ്റീവ് അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ട്രാൻസ്മിഷൻ ഇനിയും എക്സാമ്പിൾ ഉണ്ട്. സിട്രസ് ട്രിസ്റ്റസ, നാരകമൊക്കെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ്. അപ്പം സിട്രസ് ട്രിസ്റ്റസ ഒക്കെ ഗ്രാഫ്റ്റ് ട്രാൻസ്മിഷന്റെ ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ നെമറ്റോഡ്സ് എന്ന് പറയുമ്പോൾ ആദ്യം ഓർക്കേണ്ടത് സിഫിനിമ ഇൻഡെക്സ് എന്ന് പറയുന്ന നെമറ്റോഡ് ആണ്. ഈ നെമറ്റോഡിൽ നിന്നാണ് ആദ്യത്തെ നെമറ്റോഡ് വഴിയുള്ള വൈറസ് ട്രാൻസ്മിഷൻ ആദ്യം കണ്ടുപിടിക്കുന്നത് സിഫിനിമ ഇൻഡെക്സ് എന്ന് പറഞ്ഞ നെമറ്റോഡാണ്. ഈ നെമറ്റോഡ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വൈറസ് ആണ് ഗ്രേപ്പ് വൈൻ ഫാൻ ലീഫ് വൈറസ്. പിന്നെ ഡോഡർ അല്ലെങ്കിൽ കസ്ക്യൂട്ട എന്ന് പറഞ്ഞാൽ ഇത്തിക്കണ്ണി. ഈ കസ്ക്യൂട്ട വഴി ട്രാൻസ്മിറ്റഡ് ആവുന്ന വൈറസുകളാണ് കുക്കുംബർ മൊസൈക്ക് വൈറസ് ഒക്കെ. ഇൻസെക്ട്, പിന്നെ ഈ ഡിസ്കസ് ചെയ്ത സാപ്പ്, സീഡ്, ഫംഗൈ, വെജിറ്റേറ്റീവ്, നെമറ്റോഡ്സ്, ഡോഡർ ഇതൊക്കെ നോൺ ഇൻസെക്ട് ട്രാൻസ്മിഷൻ ആയിട്ട് നമുക്ക് കൂട്ടാം. ഇനി ഇൻസെക്ട് എന്ന് പറഞ്ഞാൽ വൈറ്റ് ഫ്ലൈ, ലീഫ് ഹോപ്പർ, മൈറ്റ് ഇതൊക്കെ വഴി ട്രാൻസ്മിറ്റ് ആവുന്ന വൈറസുകളാണ് പൊട്ടറ്റോ വൈറസ് വൈ, കുക്കുംബർ മൊസൈക്ക് വൈറസ്, ബീൻ ഗോൾഡൻ മൊസൈക്ക് വൈറസ് ഒക്കെ. ഇനി മെക്കാനിക്കൽ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ സാപ്പ് ഇനോക്കുലേഷൻ നമ്മൾ പറഞ്ഞല്ലോ, അത് നമ്മളൊരു ലബോറട്ടറിയിൽ നമുക്ക് വൈറസിനെ പറ്റി പഠിക്കണം എന്നുണ്ടെങ്കിൽ ജനറലി അതിൻ്റെ ഒരു ക്യാരക്ടറിനെ പറ്റി പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ടൊബാക്കോ മൊസൈക്ക് വൈറസ് പോലത്തെ വൈറസുകളെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാപ്പ് എടുത്തിട്ട് ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു ചെടിയിൽ നിന്ന് സാപ്പ് എടുത്തിട്ട് ഒരു ഹെൽത്തി പ്ലാന്റിലേക്ക് ഇനോക്കുലേറ്റ് ചെയ്യും. അതൊന്നെങ്കിൽ 2 ലീഫ് തമ്മിൽ കൂട്ടിയുരയ്ക്കുകയോ അല്ലെങ്കിൽ നന്നായിട്ട് ചതച്ചരച്ചിട്ട് സാപ്പ് എടുത്തിട്ട് അതിനകത്ത് കുറെ അഡിറ്റീവ്സ് നമ്മൾ ചേർക്കും. അതായത് ആ സാപ്പിലുള്ള എൻസൈംസ് വൈറസിനെ നശിപ്പിക്കാതിരിക്കാൻ ഒരു ബഫറും ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഒക്കെ ചേർത്തുള്ള ഒരു ബഫർ ഉണ്ടാക്കിയിട്ട് ആ ബഫറിലാണ് ഈ സാപ്പ് നമ്മൾ അരച്ചുണ്ടാക്കുന്നത്. ഇത് എന്നിട്ട് നമ്മളൊരു അബ്രേസീവ്സ്, എന്തെങ്കിലും എന്താ പറയാ, ഉരയ്ക്കാൻ എന്തെങ്കിലും മണൽത്തരികൾ പോലത്തെ ചെറിയ അബ്രേസീവ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ സാപ്പ് ഇനോക്കുലേറ്റ് ചെയ്യും. അപ്പൊ ഈ മുറിവിൽ കൂടെ സാപ്പ് ഇറങ്ങിയിട്ട് ഹെൽത്തി ലീഫ് ചെടീനെ ഇൻഫെക്റ്റഡ് ആക്കും. അപ്പൊ ഇതിനെയാണ് മെക്കാനിക്കൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഇനി വെജിറ്റേറ്റീവ് ആൻഡ് ഗ്രാഫ്റ്റ് ട്രാൻസ്മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റോക്ക് അല്ലെങ്കിൽ സെയോൺ തമ്മിൽ കൂട്ടി നമ്മൾ
ഗ്രാഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു ഭാഗം ഇൻഫെക്റ്റഡ് ആണെങ്കിൽ മുഴുവൻ ചെടിയും അത് ഇൻഫെക്റ്റഡ് ആവും. അതിന് ഉത്തമ ഉദാഹരണമാണ് സിട്രസ് ട്രിസ്റ്റസ വൈറസ്, ആപ്പിൾ മൊസൈക്ക് വൈറസ്. കാരണം ഈ ചെടികളൊക്കെ ഗ്രാഫ്റ്റ് വഴിയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. സോ അപ്പൊ ഗ്രാഫ്റ്റിന് യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഭാഗത്തിന് വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ സിട്രസ് ട്രിസ്റ്റസ വൈറസ് ഒക്കെ നമുക്ക് വളരെയധികം സ്പ്രെഡ് ആവുന്നതാണ്. ഇനി ഡോഡർ അല്ലെങ്കിൽ കസ്ക്യൂട്ട വഴി സ്പ്രെഡ് ആവുന്ന ഒരു കോമൺ വൈറസ് ആണ് കുക്കുംബർ മൊസൈക്ക് വൈറസ്. അപ്പം ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡോഡർ വെക്ടർ ആയിട്ടുള്ള ഒരു ഡോഡർ ആണ് കസ്ക്യൂട്ട ക്യാമ്പസ്ട്രിസും കസ്ക്യൂട്ട സബിൻക്ലൂസ എന്ന് പറയുന്ന 2 ഹോസ്റ്റുകൾ. ഇനി ഇൻസെക്ട് ട്രാൻസ്മിഷനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇൻസെക്ട്, അതായത് ആഫിഡ്, ലീഫ് ഹോപ്പർ, വൈറ്റ് ഫ്ലൈസ്, ബീറ്റിൽസ്, ത്രിപ്സ്, മൈറ്റ്സ്, ഇതൊക്കെ വൈറസിന്റെ വെക്ടറുകളാണ്. അതിലൊരു 70% ഹോമോപ്റ്ററ എന്ന് പറഞ്ഞാൽ അഫിഡ്സിന്റെ ഗ്രൂപ്പിൽ വരുന്നതാണ് മിക്ക വെക്ടറുകളും. പിന്നെ ബാക്കിയെല്ലാം ഫംഗസും നെമറ്റോഡ്സുമാണ്. ഇപ്പം ഒരു ഇൻസെക്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ചിലപ്പം വേറെ ഗ്രൂപ്പ്, അതായത് ഫംഗസോ നെമറ്റോഡോ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വഴിയില്ല, ഇൻസെക്ട് തന്നെയായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിലൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ടൊബാക്കോ റിംഗ് സ്പോട്ട് വൈറസ് ആണ്. ഈ TRSV എന്ന് പറയുന്ന വൈറസ് നെമറ്റോഡ് വഴിയും ത്രിപ്സ് വഴിയും സ്പൈഡർ മാറ്റ് വഴിയും, അതായത് 3-4 ഗ്രൂപ്പ് വെക്ടേഴ്സ്, പല വെക്ടേഴ്സ് വഴി ട്രാൻസ്മിറ്റ് ആവുന്ന ഒരു അസുഖമാണ് ടൊബാക്കോ റിംഗ് സ്പോട്ട് വൈറസ്. ഇനി ചില ടെർമിനോളജീസിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിൽ അക്വിസിഷൻ ആക്സസ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു വെക്ടർ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ചെടിയെ കണ്ടുപിടിക്കുകയും അതിനെ ആക്സസ് ചെയ്യുകയും അതിനുശേഷം അതിനെ വന്ന് ഫീഡ് ചെയ്യും, അതിനെ ആക്സസ് ചെയ്ത് ആ ചെടിയിൽ നിന്ന്, അതായത് ആക്സസ് ചെയ്യാന്ന് പറയുന്ന അത് കണ്ടുപിടിക്കുക, ആ ചെടിയിലേക്ക് എത്തുക, ആ ചെടിയിൽ നിന്ന് സാപ്പ് എടുക്കുക, ആ സാപ്പ് എടുക്കുമ്പോൾ തൊട്ട് ആ വൈറസ്, അത് ചെടിയിലുള്ള വൈറസിനെ ആ വെക്ടറിന്റെ ബോഡിയിലേക്ക് എടുക്കുന്ന ആ ഒരു സമയമാണ് അക്വസിഷൻ ആക്സസ് പീരീഡ് എന്ന് പറഞ്ഞാൽ. അക്വസിഷൻ ഫീഡിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ എത്ര നേരം ഫീഡ് ചെയ്താലാണ് ഒരു വൈറസിനെ ആ ഒരു വെക്ടർ അക്വയർ ചെയ്യുന്നത്, അതാണ് അക്വസിഷൻ ഫീഡിങ് പീരീഡ്. അക്വസിഷൻ ആക്സസ് പീരീഡും ഫീഡിങ് പീരീഡും തമ്മിൽ ചില സാമ്യങ്ങളുണ്ട്. പക്ഷെ അക്വസിഷൻ ഫീഡിങ് പീരീഡ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ ഒരു ഫീഡിങ് സ്റ്റൈലിനെ കൂടെ നമ്മൾ അതിൽ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ അക്വസിഷൻ ആക്സസ് എന്ന് പറയുമ്പോൾ ജനറൽ ആയിട്ട് ഒരു വെക്ടർ, നമ്മളിപ്പം ഒരു പോളി ബാഗിനകത്ത് കുറച്ച് വെക്ടറും അതിന്റെ ഹോസ്റ്റിനെയും ഇട്ട് വെച്ചേക്കാന്ന് വെച്ചോ. അപ്പം ആ വെക്ടർ വന്നിട്ട് ആ ഹോസ്റ്റിൽ വന്നിരിക്കുക, എന്നിട്ടത് ആ ഒരു വൈറസിനെ അക്വയർ ചെയ്യുന്ന ഒരു സമയം, അത് ജനറലി പറയുന്ന ഒരു സമയമാണ് അക്വസിഷൻ ആക്സസ് പീരീഡ്. പക്ഷെ അക്വസിഷൻ ഫീഡിങ് പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീഡ് ചെയ്യുമ്പോൾ തൊട്ടുള്ള സമയമാണ് ഫീഡിങ് പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഇനോക്കുലേഷൻ ആക്സസ് എന്ന് പറഞ്ഞാൽ ഒരു വിറുലന്റ് ആയിട്ടുള്ള ഒരു വെക്ടർ, അതായത് വൈറസ് ഒരു വെക്ടറിന്റെ ബോഡിയിലേക്ക് വന്നതിന് ശേഷം തിരിച്ചതൊരു ഹെൽത്തി പ്ലാന്റിനെ വന്ന് പ്ലാന്റിൽ വന്നിട്ട് പ്ലാന്റിലെ സാപ്പ് കുടിക്കുമ്പം ആ സാപ്പ് അത് ഫീഡ് ചെയ്യുന്ന ആ ഒരു നേരമുണ്ട്, അത് ആ വൈറസ് ആ ഹെൽത്തി പ്ലാന്റിലേക്ക് ഇനോക്കുലേറ്റഡ് ആകാൻ, ആ ഒരു സമയമാണ് ഇനോക്കുലേഷൻ ആക്സസ് പീരീഡ് എന്ന് പറയുന്നത്. അതായത് ഒരു വെക്ടറിന് ഒരു ഹെൽത്തി ചെടിയിലേക്ക് വൈറസിനെ ഇനോക്കുലേറ്റ് ചെയ്യാൻ വേണ്ട സമയമാണ് ഇനോക്കുലേഷൻ ആക്സസ് പീരീഡ്. ഇനി ഈ വെക്ടറിന് ഫീഡ് ചെയ്ത്, അതായത് വൈറസിനെ ഇനോക്കുലേറ്റ് ചെയ്യാൻ എത്ര നേരം അതിന് ഒരു ചെടീനെ ഫീഡ് ചെയ്യണോ ആ ഒരു സമയമാണ് ഇനോക്കുലേഷൻ ഫീഡിങ് പീരീഡ്. ഇനി ഒരു ഇൻക്യുബേഷൻ പീരീഡ് അല്ലെങ്കിൽ ഒരു ലാക്റ്റന്റ് പീരീഡ് എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. അതായത് ഒരു വെക്ടർ ഒരു വൈറസിനെ അക്വയർ ചെയ്യുമ്പോൾ തൊട്ട് വേറൊരു ഹെൽത്തി പ്ലാന്റിലേക്ക് ഇനോക്കുലേറ്റ് ചെയ്യാൻ വേണ്ട ഒരു സമയത്തെയാണ് ഇൻക്യുബേഷൻ പീരീഡ് അല്ലെങ്കിൽ ഒരു ലാക്റ്റന്റ് പീരീഡ് എന്ന് പറയുന്നത്. എന്നാൽ ഈ വെക്ടറിന് വൈറസിനെ അക്വയർ ചെയ്തിട്ട് ഇനോക്കുലേറ്റ് ചെയ്യാൻ വേണ്ട മിനിമം സമയത്തിനെയാണ് ട്രാൻസ്മിഷൻ ത്രെഷോൾഡ് അല്ലെങ്കിൽ ഇനോക്കുലേഷൻ ആക്സസ് ത്രെഷോൾഡ് എന്ന് പറയുന്നത്. ആ ഒരു മിനിമം ടൈം എന്നുള്ള ഒരു ടേം വരുമ്പോഴാണ് ട്രാൻസ്മിഷൻ ത്രെഷോൾഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ത്രെഷോൾഡ് എന്നുള്ള ഒരു വാക്ക് വരുന്നത്. പക്ഷെ ഒരു ടോട്ടൽ ടൈം ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇൻക്യുബേഷൻ പീരീഡ് അല്ലെങ്കിൽ ലാറ്റന്റ് പീരീഡ്.
ഇനി ഇൻഫെക്റ്റീവ് കപ്പാസിറ്റി ഓർ റിട്ടൻഷൻ കപ്പാസിറ്റി ഓഫ് വെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു വൈറസ് ഒരു വെക്ടറിനുള്ളിൽ കയറിയാൽ എത്രത്തോളം സമയം ആ വെക്ടർ വിറുലിഫറസ് ആയിരിക്കും, അതായത് എത്രത്തോളം സമയം ആ വൈറസിന് ആ വെക്ടറിന്റെ ബോഡിയിൽ നിൽക്കുമ്പം, അതായത് ഇപ്പം ഒരു വെക്ടർ ഒരു വൈറസിനെ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം അല്ലെങ്കിൽ എത്ര മണിക്കൂർ വരെ ആ വെക്ടറിന് വിറുലന്റ് ആയിട്ട് നിൽക്കാൻ പറ്റും, അതായത് ആ വെക്ടറിന് വീണ്ടും ഒരു ഹെൽത്തി പ്ലാന്റിനെ ഇൻഫെക്ഷ്യസ് ആക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതാണ് ഇൻഫെക്റ്റീവ് കപ്പാസിറ്റി അല്ലെങ്കിൽ റിട്ടൻഷൻ കപ്പാസിറ്റി. ചില വെക്ടറുകൾക്ക് മണിക്കൂറുകളെ നിൽക്കുകയുള്ളൂ, ചില വെക്ടറിന് ഒരു മോൾട്ടിങ് കഴിയുന്നിടം വരെ ഉണ്ടാവും, മോൾട്ടിങ്ങിന് ശേഷം പോകും, കുറച്ച് ദിവസങ്ങളിൽ ഉണ്ടാവും, ചിലപ്പോൾ ഒരാഴ്ച ഉണ്ടാവും, ചിലപ്പോൾ അതിൻ്റെ ഒരു ആയുഷ്കാലം മുഴുവൻ ഉണ്ടായിരിക്കും. ആയുഷ്കാലം മുഴുവൻ ആ ഒരു വെക്ടർ വിറുലിഫറസ് ആയിരിക്കും, അതായത് ആയുഷ്കാലം മുഴുവൻ അത് ഏതൊക്കെ ചെടീനെ ഇൻഫെക്റ്റ് ചെയ്യുന്നോ ആ ചെടിയൊക്കെ വൈറൽ ഡിസീസ് വരും. ആ ഒരു ടൈം പീരീഡിനെയാണ് ഇൻഫെക്റ്റീവ് കപ്പാസിറ്റി അല്ലെങ്കിൽ റിട്ടൻഷൻ പീരീഡ് ഓഫ് വെക്ടർ എന്ന് പറയുന്നത്. ഇനി വൈറസ് വെക്ടർ റിലേഷൻഷിപ്പ്. അപ്പോൾ വാട്സൺ ആൻഡ് റോബേഴ്സ് ആണ് ഈ വൈറസ് വെക്ടർ റിലേഷൻഷിപ്പിന് കുറച്ച് ടേംസ് കൊണ്ടുവന്നത്. അതാണ് നോൺ പെർസിസ്റ്റന്റ്, പെർസിസ്റ്റന്റ്. പിന്നീട് സിൽവെസ്റ്റർ കൊണ്ടുവന്നൊരു ടേമാണ് സെമി പെർസിസ്റ്റന്റ്. അപ്പം ഇതെന്താന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് വരുന്നുണ്ട്. അപ്പം ഈ ഒരു റിലേഷൻ പെർസിസ്റ്റന്റ് ആണോ, സെമി പെർസിസ്റ്റന്റ് ആണോ, നോൺ പെർസിസ്റ്റന്റ് ആണോ എന്നുള്ളതൊക്കെ അതിൻ്റെ ഒരു ഫീഡിങ് സ്റ്റൈൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫീഡിങ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പം ചില വൈറസുകൾ വെക്ടറിന്റെ സ്റ്റൈലറ്റ് വരെ ഉണ്ടാവുള്ളൂ, അതായത് ആ സാപ്പ് സക്ക് ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചർ, ആ ഒരു മൗത്ത് പാർട്ട് വരെ ഉണ്ടാവുള്ളൂ, അതിനെ സ്റ്റൈലറ്റ് ബോൺ എന്ന് പറയും. മിക്കവാറും സ്റ്റൈലറ്റ് ബോൺ എല്ലാം നോൺ പെർസിസ്റ്റന്റ് ആയിരിക്കും, ആ വെക്ടറിൽ നിലനിൽക്കുന്നതായിരിക്കില്ല. ഇനി സർക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വൈറസിൽ ഒരു വെക്ടറിൽ ഒരു വൈറസ് ഒരു വെക്ടറിനുള്ളിലേക്ക് വൈറസ് കയറി അതിന്റെ ശരീരം മുഴുവൻ അത് പടരുകയാണെങ്കിൽ സർക്കുലേറ്റീവ് ആകും. ആ വെക്ടറിന്റെ ഉള്ളിൽ അത് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ പ്രൊപ്പഗേറ്റീവ് ആകും. ആ വെക്ടറിന്റെ മുട്ട വഴിയും ഇത് അടുത്ത പ്രൊജനിലേക്ക് ട്രാൻസ്മിറ്റഡ് ആവുകയാണെങ്കിൽ ട്രാൻസ് ഓവേറിയൽ ട്രാൻസ്മിഷൻ ആകും. അപ്പൊ ഇനി നോൺ പെർസിസ്റ്റന്റ് വൈറസുകളെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നോൺ പെർസിസ്റ്റന്റ് വൈറസ് എന്ന് പറഞ്ഞാൽ അധിക സമയം ആ വെക്ടറിനുള്ളിൽ ഈ വൈറസ് നിൽക്കില്ല. അപ്പം എന്താണ്, ഈ ഒരു വൈറസിനെ അക്വയർ ചെയ്യാൻ അധിക സമയം എടുക്കില്ല, ജസ്റ്റ് ഒരു സ്റ്റൈലറ്റ് വരെ ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് 5 സെക്കൻഡ് കൊണ്ട് ഈ വെക്ടറിന്റെ സ്റ്റൈലറ്റിലേക്ക് ഈ വൈറസ് വരും. പെട്ടെന്ന് തന്നെ അടുത്ത ചെടിയിൽ കൊടുക്കുന്നതോടെ ആ വൈറസ് അതിൽ നിന്ന് പോവുകയും ചെയ്യും. അപ്പൊ എന്താ, കുറച്ചു നേരത്തേക്ക് മാത്രമേ ആ വൈറസ് ആ വെക്ടറിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ടൈപ്പ് വൈറസുകൾ എന്ന് പറഞ്ഞാൽ ഒരു ചെടിയുടെ പാരൻകൈമ അല്ലെങ്കിൽ ഒരു എപ്പിഡെർമൽ സെൽസ് ആ ഒരു അത്രയൊക്കെ ഡീപ്പിലെ ഇത് എന്താ പറയാ ഫീഡ് ചെയ്യുന്നുള്ളൂ. ആ ഒരു ഡെപ്തിൽ, ഒരു സൂപ്പർഫിഷ്യൽ ഡെപ്തിൽ മാത്രം ഫീഡ് ചെയ്യുമ്പം പെട്ടെന്ന് കയറുന്ന വൈറസുകളാണ് ഈ നോൺ പെർസിസ്റ്റന്റ്. പക്ഷെ എന്നാൽ സ്റ്റൈലറ്റ് വരെ നിൽക്കുള്ളൂ, അടുത്ത വേറൊരു ചെടിയെ ഫീഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് പോകും. പിന്നെന്താ, മോൾട്ട് ചെയ്താലും പോകും, അതിനൊരു ലാറ്റൻ പീരീഡ് ഇല്ല, കാരണം പെട്ടെന്ന് പോകും, അതിങ്ങനെ അധികം നേരം ഒന്നും ആ വെക്ടറിൽ ഇരിക്കില്ലാത്തത് കൊണ്ട് തന്നെ അതിനൊരു ലാറ്റൻ പീരീഡ് ഇല്ല. പിന്നെ ഈ വൈറസുകൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ഇൻസെക്റ്റിന് സ്റ്റൈലറ്റ് വരെ കയറിയിട്ട് പെട്ടെന്ന് പോകുന്നതാണെങ്കിൽ അത് ഈസിലി മെക്കാനിക്കൽ ട്രാൻസ്മിസിബിൾ ആണ്, അല്ലേ? കാരണം ഒരു ഇൻസെക്റ്റിന് സ്റ്റൈലറ്റ് വരെ കയറിയാൽ മതി അതിന് സ്പ്രെഡ് ആകണം എന്ന്, അത്രയൊക്കെ മതി അതിന് സ്പ്രെഡ് ആകാൻ. ഒരുപാടൊന്നും ഭയങ്കര സ്പെസിഫിക് ആയിട്ടോ ഭയങ്കര ഉള്ളിലേക്ക് കടന്നാൽ മാത്രമേ സ്പ്രെഡ് ആകുന്നു എന്നുള്ള വൈറസുകളല്ല. അപ്പൊ ഈ വൈറസുകൾ ജസ്റ്റ് മെക്കാനിക്കലി ട്രാൻസ്മിസിബിൾ ആണ്. നേരത്തെ പറഞ്ഞു, അതായത് ചെടികളുടെ പാരൻകൈമ സെൽസ് അല്ലെങ്കിൽ എപ്പിഡെർമൽ സെൽസ് വരെ ഫീഡ് ചെയ്താൽ മതി, ഒരുപാട് ഡെപ്തിലേക്ക് പോകാൻ വേണ്ട. അപ്പൊ നമുക്ക് 2 ഇല എടുത്ത് ഉരച്ചാലും അതിന്റെ ഒരു സാപ്പ് എടുത്ത് ഇനോക്കുലേറ്റ് ചെയ്താലും ട്രാൻസ്മിറ്റ് ചെയ്യാൻ എളുപ്പമുള്ള വൈറസുകളാണ് ഇത്. അപ്പം അതിന്റെ എക്സാമ്പിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ വൈറസുകളെ അക്വയർ ചെയ്യാൻ വലിയ സമയമൊന്നും വേണ്ട, വളരെ ഫാസ്റ്റ് ആയിട്ട് അക്വസിഷൻ നടക്കും. അപ്പൊ അതിന്റെ അക്വസിഷൻ ഫീഡിങ് പീരീഡ് ഒക്കെ വളരെ ചെറുതായിരിക്കും, ലാറ്റൻ പീരീഡ് ഉണ്ടായിരിക്കത്തുമില്ല. അപ്പൊ ഇങ്ങനത്തെ വളരെ എളുപ്പം ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന വൈറസുകളാണ് കുക്കുംബർ മൊസൈക്ക് വൈറസ്, ബീൻ കോമൺ മൊസൈക്ക് വൈറസ്, പൊട്ടറ്റോ വൈറസ് വൈ, പിന്നെന്താ പീ സീഡ് ബോൺ മൊസൈക്ക് വൈറസ്, പപ്പായ റിംഗ് സ്പോട്ട് വൈറസ്, പെൻക മൊസൈക്ക് വൈറസ്, ഡെഫിനറ്റ്ലി ടൊബാക്കോ മൊസൈക്ക് വൈറസ് അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇനി സെമി പെർസിസ്റ്റന്റ് വൈറസ് എന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തേക്ക്, കുറച്ച് മണിക്കൂറുകളിലേക്ക് നിൽക്കും, അതുകൊണ്ടാണ് സെമി പെർസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇതിന് അത്യാവശ്യം കുറച്ച് ലോങ് ഫീഡിങ് പീരീഡ് വേണം.
കാരണം സെമി പെർസിസ്റ്റന്റ് ആണ്. കുറച്ചേറെ നേരം ഫീഡ് ചെയ്താലേ അത് വൈറസ് ആ വെക്ടറിന്റെ ഉള്ളിൽ കുറച്ചേറെ മണിക്കൂറുകൾ നിൽക്കുകയുള്ളൂ. പ്രത്യേകിച്ച് അധികം ലാറ്റന്റ് പീരീഡ് ഇല്ല, മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അതിന്റെ കുറേ ഒരു വലിയ ലാറ്റന്റ് പീരീഡ് അതിനുണ്ടായിരിക്കണം എന്നില്ല. പക്ഷെ ഇത് വൈറസിന്റെ ബോഡിക്കുള്ളിൽ കയറി സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു വൈറസ് അല്ല. അതുകൊണ്ടാണ് മണിക്കൂറുകൾ നിൽക്കുന്നത്. കാരണം അത് ബോഡിക്കുള്ളിൽ കയറി ഒരു വെക്ടറിന്റെ ബോഡിക്കുള്ളിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഒരു മോൾട്ടിങ് കഴിയുമ്പോഴത്തേക്കും നഷ്ടപ്പെടാവുന്നതേ ഉള്ളൂ ഈ വൈറസ് ഒക്കെ. അപ്പൊ അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് സിട്രസ് ട്രിസ്റ്റസ, കോളിഫ്ലവർ മൊസൈക്ക് വൈറസ്, ബീറ്റ് യെല്ലോസ് വൈറസ് ഒക്കെ. പക്ഷെ ഇത് ഹൈലി വെക്ടർ സ്പെസിഫിക് ആയിരിക്കും. ചില പ്രത്യേക വെക്ടറിന്റെ ചില പ്രത്യേക സൈറ്റുകളിലാണ് ഇത് വന്ന് നിൽക്കുക. ഗട്ട് വരെയൊന്നും പോകത്തില്ല. അപ്പം ആ ഒരു ഇമ്പോർട്ടൻറ്റ് വൈറസുകളാണ് സിട്രസ് ട്രിസ്റ്റസ, കോളിഫ്ലവർ മൊസൈക്ക് വൈറസ്, ബീറ്റ് യെല്ലോസ് വൈറസ്. ഇതൊക്കെ സെമി പെർസിസ്റ്റന്റ് വൈറസ് ആണ്. ലാറ്റൻ പീരീഡ് ഇല്ല, ജസ്റ്റ് മണിക്കൂറുകൾ മാത്രം വെക്ടറിൽ നിൽക്കുന്ന വൈറസ്. ഒരു മോൾട്ടിങ്ങോടുകൂടി നഷ്ടപ്പെട്ടു പോകുന്ന വൈറസ്. ഇത് വെക്ടറിനുള്ളിൽ മൾട്ടിപ്ലൈ ചെയ്യത്തുമില്ല, സർക്കുലേറ്റ് ചെയ്യത്തുമില്ല. ഇനി പെർസിസ്റ്റന്റ് വൈറസ്. പെർസിസ്റ്റന്റ് വൈറസ് എന്ന് പറഞ്ഞാൽ വെക്ടറിനുള്ളിൽ യഥാകാലം നിൽക്കും. അതായത് വെക്ടറിന്റെ ഉള്ളില്, ഗട്ടില്, ബോഡി വോളില്, ബോഡി ഫ്ലൂയിഡിൽ കൂടെ എല്ലാം ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് നടക്കും. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചേറെ കാലം വെക്ടറിനുള്ളിൽ നിൽക്കുന്നുണ്ട്. ഒരു ലാറ്റന്റ് പീരീഡും ഉണ്ടായിരിക്കും. ഇങ്ങനത്തെ വൈറസിനെ ഒരു വെക്ടർ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് വളരെയധികം നേരം അതിനെ ഫീഡ് ചെയ്യണം. അതിന്റെ ഫീഡിങ് പീരീഡ് വളരെ കൂടുതലാണ്. ഇത് ബോഡിക്കുള്ളിൽ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ആകുന്നത് കാരണം മോൾട്ടിങ് നടന്നാലൊന്നും ഈ വൈറസ് നഷ്ടമാകത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് ബോഡിക്കുള്ളിൽ സ്പ്രെഡ് ആവുന്നതുകൊണ്ട് തന്നെ പെർസിസ്റ്റന്റ് വൈറസുകളെ സർക്കുലേറ്റീവ് വൈറസ് എന്നും വിളിക്കും. ഇനി ഈ സർക്കുലേറ്റീവ് വൈറസ് ബോഡിക്കുള്ളിൽ മൾട്ടിപ്ലൈയും കൂടെ ചെയ്യുന്നതാണെങ്കിൽ അതിനെ സർക്കുലേറ്റീവ് പ്രൊപ്പഗേറ്റീവ് എന്നും കൂടെ വിളിക്കും. ഈ വൈറസുകൾ വെക്ടറിന്റെ മുട്ട വഴി അടുത്ത പ്രൊജനയിലേക്ക് ട്രാൻസ്ഫർ ആകുവാണെങ്കിൽ ഇത് പല തലമുറകളോളം നിൽക്കും ഈ വൈറസ് ആ ഒരു വെക്ടറിനുള്ളിൽ. അങ്ങനത്തെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് റൈസ് ഡ്വാർഫ് വൈറസ്, അല്ലെ? നെഫോറ്ററ്റിക്സ് എന്ന് പറയുന്ന ലീഫ് ഹോപ്പർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് ഈ റൈസ് ഡ്വാർഫ് വൈറസ്. അപ്പൊ നെഫോറ്ററ്റിക്സ് ഒരു വൈറസിനെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ മുട്ട വിരിഞ്ഞ് വരുന്ന കുഞ്ഞീച്ചകൾ വരെ, അത് ലീഫ് ഹോപ്പറുകൾക്ക് വരെ ഈ വൈറസ് അതിനുള്ളിൽ ഉണ്ടായിരിക്കും. പിന്നെ ഒരു വെക്ടറിന്റെ മോൾട്ടിങ്ങിന് ശേഷവും ആ വെക്ടറിനുള്ളിൽ വൈറസ് ഉണ്ടെങ്കിൽ അതിനെ എന്താണ് പറയുന്നത്? ട്രാൻസ്റ്റേഡിയൽ പാസേജ് എന്നും പറയും. ഇനി 3 ടൈപ്പ് ട്രാൻസ്മിഷനെ പറ്റിയുള്ള ഡിഫറൻസ് ആണ്. നോൺ പെർസിസ്റ്റന്റ്, സെമി പെർസിസ്റ്റന്റ്, പെർസിസ്റ്റന്റ്. ഒരു മെക്കാനിക്കൽ ട്രാൻസ്മിഷൻ പോസിബിൾ ആയിട്ടുള്ള ഒരു വൈറസുകൾ ഒക്കെ നോൺ പെർസിസ്റ്റന്റ് ആയിരിക്കും. പക്ഷെ സെമി പെർസിസ്റ്റന്റ്, പെർസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഒരു വെക്ടറിനുള്ളിൽ ഒരുപാട് നേരം ഫീഡ് ചെയ്തതിനു ശേഷം അതിനുള്ളിലേക്ക് കടന്നിട്ട് സ്പ്രെഡ് ആകുന്ന വൈറസുകളാണ്. അപ്പൊ അത് ജസ്റ്റ് സിമ്പിൾ ആയിട്ടൊരു മെക്കാനിക്കൽ ട്രാൻസ്മിഷൻ വഴി സ്പ്രെഡ് ആകാൻ പറ്റില്ല. അപ്പം ഈ നോൺ പെർസിസ്റ്റന്റ് വൈറസുകൾ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന ഡിസീസുകൾ മൊസൈക്ക് ഒക്കെ ആയിരിക്കും. സെമി പെർസിസ്റ്റന്റ് ആയിട്ടുള്ള വൈറസുകൾ ജനറലി കോസ് ചെയ്യുന്ന ഡിസീസുകൾ യെല്ലോയിങ് ആയിരിക്കും. ഇനി പെർസിസ്റ്റന്റ് ആയിട്ടുള്ള വൈറസുകളാണ് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലീഫ് റോളിങ്, യെല്ലോയിങ് ഒക്കെ ആയിരിക്കും കാണിക്കുന്ന സിംറ്റംസ്. നോൺ പെർസിസ്റ്റന്റ് വൈറസ് ജനറലി ഒരു ഇലയുടെ എപ്പിഡെർമൽ ലെയറിലായിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ പെർസിസ്റ്റന്റ്, സെമി പെർസിസ്റ്റന്റ് ആണ് കുറച്ചും കൂടി ഉള്ളിലേക്ക് പോകണം, മീസോഫൈൽ സെൽസ്. പെർസിസ്റ്റന്റ് ആണെങ്കിൽ മീസോഫൈൽ സെൽസും കഴിഞ്ഞ് ഫ്ലോയം വരെ പോകേണ്ടി വരും. പിന്നെ അതിന്റെ അക്വസിഷൻ ടൈം എന്ന് പറഞ്ഞാൽ നോൺ പെർസിസ്റ്റന്റ് ആണെങ്കിൽ സെക്കൻഡ്സ് മതി. പക്ഷെ സെമി പെർസിസ്റ്റന്റ് ആണെങ്കിൽ കുറച്ചേറെ മണിക്കൂറുകൾ വേണം. പെർസിസ്റ്റന്റ് ആണെങ്കിൽ കുറച്ച് ദിവസങ്ങളോളം ഉണ്ടായിരിക്കും. നോൺ പെർസിസ്റ്റന്റ് ഒരു ലാറ്റൻ പീരീഡ് ഉണ്ടായിരിക്കില്ല. പക്ഷെ സെമി പെർസിസ്റ്റന്റും അധികം ലാറ്റൻ പീരീഡ് ഉണ്ടായിരിക്കില്ല. പെർസിസ്റ്റന്റിന് ലാറ്റൻ പീരീഡ് ഉണ്ട്. നോൺ പെർസിസ്റ്റന്റ് വൈറസുകൾ എന്തായാലും മോൾട്ടിങ് വന്നാൽ ഉണ്ടായിരിക്കില്ല. സെമി പെർസിസ്റ്റന്റ് വൈറസുകളിലും മോൾട്ടിങ് നടന്നു കഴിഞ്ഞാൽ ആ വൈറസ് വെക്ടറിനുള്ളിൽ ഉണ്ടാവില്ല. പക്ഷെ പെർസിസ്റ്റന്റ് വൈറസുകൾ മോൾട്ടിങ് വന്നാലും വെക്ടറിന്റെ ബോഡിയിൽ വൈറസ് ഉണ്ടായിരിക്കും. നോൺ പെർസിസ്റ്റന്റ് ഒട്ടും വെക്ടർ സ്പെസിഫിക് അല്ല. പക്ഷെ സെമി പെർസിസ്റ്റന്റ് ഒരു മീഡിയം സ്പെസിഫിസിറ്റി കാണിക്കും. പെർസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഹൈലി സ്പെസിഫിക് ആയിരിക്കും വെക്ടറുമായിട്ട്. ഒരു പർട്ടിക്കുലർ വെക്ടറിന് മാത്രമേ ചില വൈറസുകളെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നോൺ പെർസിസ്റ്റന്റ് വൈറസുകളുടെ എക്സാമ്പിളാണ് കുക്കുംബർ മൊസൈക്ക് വൈറസ്, PVY വൈറസ്, TMV വൈറസ് ഒക്കെ. അതായത് ടൊബാക്കോ മൊസൈക്ക് വൈറസ്, പൊട്ടറ്റോ വൈറസ് ബൈ കുക്കുംബർ മൊസൈക്ക് വൈറസ്. സെമി പെർസിസ്റ്റന്റ് വൈറസുകളുടെ എക്സാമ്പിളാണ് സിട്രസ് ട്രിസ്റ്റസ, കോളിഫ്ലവർ മൊസൈക്ക് വൈറസ്, ബീറ്റ് യെല്ലോസ് വൈറസ് ഒക്കെ. ഇനി പെർസിസ്റ്റന്റ് വൈറസുകളാണ് റൈസ് ഡ്വാർഫ് വൈറസ്, പൊട്ടറ്റോ ലീഫ് റോൾ വൈറസ് ഒക്കെ. ഇനി അഫിഡ് എന്ന് പറഞ്ഞ ഈ വെക്ടറിനെ പറ്റി പഠിക്കാം. മിക്ക വൈറസ് രോഗങ്ങളും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു വെക്ടറാണ് അഫിഡ് എന്ന് പറഞ്ഞാൽ. ഈ അഫിഡിന്റെ കൂട്ടത്തിൽ മിസസ് പെർസിക്കയാണ് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള വെക്ടർ.
ഇനി ഈ അഫിഡ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വൈറസുകളുടെ കൂട്ടത്തിൽ തന്നെ ചില സാറ്റലൈറ്റ് വൈറസുകളും ഉണ്ട്. അതായത് ഹെൽപ്പർ വൈറസിന്റെ സഹായത്തോടെ റെപ്ലിക്കേറ്റ് ചെയ്യുന്ന വൈറസുകൾ. അപ്പം ഈ പൊട്ടറ്റോ വൈറസ് വൈ എന്നുള്ള ഹെൽപ്പർ വൈറസ് ഉണ്ടെങ്കിൽ അതിനെ ആശ്രയിച്ച് നിൽക്കുന്ന വൈറസാണ് പൊട്ടറ്റോ ഒക്കൂബ വൈറസ് അല്ലെങ്കിൽ പൊട്ടറ്റോ വൈറസ് സി. ഈ രണ്ട് വൈറസുകളും ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് മിസസ് പെർസിക്ക വഴിയാണ്, നോൺ പെർസിസ്റ്റന്റ് ആണ്. പക്ഷെ സെമി പെർസിസ്റ്റന്റ് ആയിട്ട് ഒരു അഫിഡ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു അസുഖമാണ് ക്യാരറ്റ് റെഡ് ലീഫ് എന്ന് പറയുന്നത്. ക്യാരറ്റ് റെഡ് ലീഫ് ഒരു വൈറസ് രോഗമാണ്. ഇത് കവേരിയല്ല എന്ന് പറയുന്ന ഒരു അഫിഡ് സെമി പെർസിസ്റ്റന്റ് മോഡിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വൈറസ് ആണ്. അപ്പൊ ഈ ക്യാരറ്റ് റെഡ് ലീഫിനെ ആശ്രയിച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന വേറൊരു കുഞ്ഞു വൈറസ് ഉണ്ട്, അതാണ് ക്യാരറ്റ് മോട്ടിൽ വൈറസ്. ഇനി മിസസ് പെർസിക്ക എന്ന് പറയുന്ന വൈറസ് അഫിഡ് പെർസിസ്റ്റന്റ് മോഡിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വൈറസ് ഡിസീസ് ആണ് ടൊബാക്കോ വെയിൻ ഡിസ്റ്റോർഷൻ. കണ്ടോ, വെയിൻ കുറച്ചുള്ളിലേക്കാണ്, അതുകൊണ്ട് തന്നെ ഇത് പെർസിസ്റ്റന്റ് ആണെന്ന് ഓർത്താൽ മതി. പെർസിസ്റ്റന്റ് ട്രാൻസ്മിഷൻ, അതായത് മിസസ് പെർസിക്ക എന്ന് പറയുന്ന അഫിഡില് പെർസിസ്റ്റന്റ് ട്രാൻസ്മിഷൻ നടക്കുന്ന വൈറസ് രോഗമാണ് ടൊബാക്കോ വെയിൻ ഡിസ്റ്റോർഷൻ വൈറസ്. ഈ ടൊബാക്കോ വെയിൻ ഡിസ്റ്റോർഷൻ വൈറസിനെ ആശ്രയിച്ച് ജീവിക്കുന്ന കുഞ്ഞു വൈറസ് ആണ് ടൊബാക്കോ മോട്ടിൽ വൈറസ്. അപ്പം അഫിഡിന് എല്ലാത്തരം ട്രാൻസ്മിഷനും പറ്റും. ഇതാണ് അതിന്റെ എക്സാമ്പിൾ. നോൺ പെർസിസ്റ്റന്റും പറ്റും, സെമി പെർസിസ്റ്റന്റും പറ്റും, പെർസിസ്റ്റന്റും പറ്റും. ഇനി വൈറ്റ് ഫ്ലൈ ജനറലി റൂഗോസ് ഡിസീസ്, പൊട്ടറ്റോ റൂഗോസ് എന്ന് പറഞ്ഞാൽ എന്താ, ക്രിംഗ്ലിംഗ്, അതാണ് ഈ റൂഗോസ് സിംറ്റം എന്ന് പറയുന്നത്. ജനറലി അങ്ങനത്തെ സിംറ്റംസ് ഉണ്ടാക്കുന്ന വെക്ടറാണ് ഈ വൈറ്റ് ഫ്ലൈ എന്ന് പറയുന്നത്. കോമൺ സ്പീഷീസ് ആണ് ബെമീസിയ ടൊബാക്കി എന്ന് പറയുന്നത്. ഇത് സെമി പെർസിസ്റ്റന്റ് ആയിട്ടും പെർസിസ്റ്റന്റ് മോഡിലും വൈറസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. സെമി പെർസിസ്റ്റന്റ് എന്ന് പറയാൻ കാരണം ബെമീസിയ ടൊബാക്കി ഒക്കെ എന്താണ്, സാപ്പ് സക്ക് ചെയ്ത് ജീവിക്കുന്ന, സാപ്പ് ഇച്ചിരി ഉള്ളിലോട്ട് സക്ക് ചെയ്യുന്ന, മീസോഫിൽ സെൽസ് വരെ സക്ക് ചെയ്തെടുക്കുന്ന ഇൻസെക്റ്റുകളാണ്. പിന്നെ ഫീമെയിൽസ് ആണ് ഇതിന്റെ എഫിഷ്യന്റ് ട്രാൻസ്മിഷൻ. ലാറ്റൻ പീരീഡ് പെർസിസ്റ്റന്റ് ട്രാൻസ്മിഷൻ ഉള്ളിടത്ത് കുറച്ച് മണിക്കൂറുകൾ ലാറ്റൻ പീരീഡ് ഉണ്ടായിരിക്കും. ഫ്ലോയത്തിൽ നിന്ന് ഒക്കെ ആണ് സാപ്പ് എടുക്കുന്നത് വൈറ്റ് ഫ്ലൈ. അതുകൊണ്ട് തന്നെയാണ് അതിനൊരു സെമി പെർസിസ്റ്റന്റ് അല്ലെങ്കിൽ പെർസിസ്റ്റന്റ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഉള്ളത്. സൂപ്പർഫിഷ്യൽ ലെയറിൽ നല്ല എടുക്കുന്നത്. അപ്പൊ ഈ വൈറ്റ് ഫ്ലൈ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വൈറസുകളൊന്നും സാപ്പ് ട്രാൻസ്മിറ്റഡ് അല്ല. കാരണം എന്താ, വൈറ്റ് ഫ്ലൈ ഫ്ലോയത്തിൽ നിന്ന് സാപ്പ് എടുക്കുന്ന വളരെ വെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള വൈറസുകളെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ ടൊമാറ്റോ യെല്ലോ ലീഫ് വൈറസ്, മുങ് ബീൻ യെല്ലോ മൊസൈക്ക് വൈറസ്, ബെൻഡി യെല്ലോ വെയിൻ മൊസൈക്ക് വൈറസ്, ബീൻ ഗോൾഡൻ മൊസൈക്ക് വൈറസ്, സോയാബീൻ യെല്ലോ മൊസൈക്ക് വൈറസ്. ഇങ്ങനത്തെ വൈറസുകളൊക്കെ വൈറ്റ് ഫ്ലൈയാൽ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന വൈറസുകളാണ്. അധികവും DNA വൈറസുകളാണ് ഈ എക്സാമ്പിളിൽ കൊടുത്തിരിക്കുന്നത്, അങ്ങനെ ഓർത്താൽ മതി. ഇനി ലീഫ് ഹോപ്പേഴ്സ് അല്ലെങ്കിൽ പ്ലാന്റ് ഹോപ്പേഴ്സ്. ലീഫ് ഹോപ്പേഴ്സിന്റെ ഒരു എക്സാമ്പിൾ എഫിറ്ററ്റിക്സ് ഒക്കെ പറയുന്നത്. ഇപ്പൊ മിക്ക ലീഫ് ഹോപ്പറും ഫ്ലോയും ഫീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ലീഫ് ഹോപ്പർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വൈറസുകളും സർക്കുലേറ്റീവ് പ്രൊപ്പഗേറ്റീവ് മോഡിലാണ്. പക്ഷെ എക്സെപ്ഷൻ ഉണ്ട്. എക്സെപ്ഷൻ എന്ന് പറയുമ്പോൾ റൈസ് ടു ഗ്രോ വൈറസ്, മെയ്സ് ക്ലോറോട്ടിക് ഡ്വാർഫ് വൈറസ്, ഈ രണ്ട് വൈറസുകൾ, റൈസ് ടു ഗ്രോ വൈറസും മെയ്സ് ക്ലോറോട്ടിക് ഡ്വാർഫ് വൈറസും, ഈ രണ്ട് വൈറസുകൾ സർക്കുലേറ്റീവ് പ്രൊപ്പഗേറ്റീവ് മോഡല്ല. അതായത് ലീഫ് ഹോപ്പറിന്റെ ബോഡിക്കുള്ളിൽ സർക്കുലേറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുന്ന വൈറസുകളല്ല റൈസ് ടു ഗ്രോ വൈറസും മെയ്സ് ക്ലോറോട്ടിക് വൈറസും. പിന്നെ റൈസ് യെല്ലോ ഡ്വാർഫ് വൈറസ്, ഇതുപോലെ നെഫോറ്ററ്റിക് സിൻഡിസെപ്സ് എന്ന് പറയുന്ന ഒരു വെക്ടർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് ഈ റൈസ് ഡ്വാർഫ് വൈറസ്. അതിനൊരു ട്രാൻസ്ഒവേറിയൽ ട്രാൻസ്മിഷനും കൂടിയുണ്ട്. ഇനി പ്ലാന്റ് ഹോപ്പറിന്റെ എക്സാമ്പിൾ ആണ് പെർഗ്രീനസ് മേഡിസ് എന്ന് പറയുന്നത്. മെയ്സ് മൊസൈക്ക് ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റ് ഹോപ്പർ ആണ് പെർഗ്രീനസ് മേഡിസ്. പ്ലാന്റ് ഹോപ്പർ വേറെ, ലീഫ് ഹോപ്പർ വേറെ. വേറെ ഒന്നും കൂടിയുണ്ട്, ട്രീ ഹോപ്പർ. ട്രീ ഹോപ്പറിന്റെ എക്സാമ്പിൾ ആണ് മൈക്രോടാലിസ് മെല്ലിഫെറ എന്ന് പറയുന്നത്. മൈക്രോടാലിസ് മെല്ലിഫെറ കോസ് ചെയ്യുന്ന വെക്ടർ ആയിട്ടുള്ളത് ടൊമാറ്റോ സ്യൂഡോ കെർലിടോപ്പ് എന്ന് പറയുന്ന വൈറസിന്റെ വെക്ടറാണ് ട്രീ ഹോപ്പർ ആയിട്ടുള്ള മൈക്രോടാലിസ് മെല്ലിഫെറ. ഇനി ത്രിപ്സ് എന്ന് പറയുമ്പം ബെസ്റ്റ് എക്സാമ്പിൾ ഫ്രാങ്കിനെല്ല ഓക്സിഡന്റാലിസ് എന്ന് പറയുന്ന ത്രിപ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വൈറസ് ആണ് ടൊമാറ്റോ സ്പോട്ടഡ് വിൽറ്റ് വൈറസ്. അപ്പം ഇത് ത്രിപ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും പെർസിസ്റ്റന്റ് സർക്കുലേറ്റീവ് മോഡിലാണ്. ത്രിപ്സിന്റെ നിംസ് ആണ് വൈറസ് അക്വയർ ചെയ്യുന്നത്.
ബീറ്റിൽ ട്രാൻസ്മിഷൻ, ഇതും സർക്കുലേറ്റീവ് പെർസിസ്റ്റന്റ് മോഡിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ബീറ്റിൽ വഴി, വണ്ട് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അസുഖമാണ് കൗപ്പി മൊസൈക്ക് വൈറസ്, ടേർണിപ്പ് യെല്ലോ മൊസൈക്ക് വൈറസ് ഒക്കെ. ഇനി നെമറ്റോഡ്. നെമറ്റോഡ് എന്ന് പറയുമ്പം നെമറ്റോഡ്സിൽ ഡോറിലൈമിഡ എന്ന് പറയുന്ന ഗ്രൂപ്പാണ് അധികവും ഈ വൈറസുകൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. രണ്ട് തരത്തിലുള്ള വൈറസുകളാണ് നെമറ്റോഡ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഒന്ന് നെപ്പോ, വേറൊന്ന് നെറ്റു. നെപ്പോ എന്ന് പറഞ്ഞാൽ പോളിഹെഡ്രൽ അല്ലെങ്കിൽ ഐസോമെട്രിക് ഷേപ്പ് ആയിരിക്കും. നെറ്റു അല്ലെങ്കിൽ ടോബ്ര വൈറസ് എന്ന് പറഞ്ഞാൽ എലോങ്ങേറ്റഡ് ട്യൂബുലാർ സ്ട്രക്ചർ ആയിരിക്കും. നെപ്പോ ആയാലും നെറ്റു ആയാലും രണ്ട് വൈറസുകളും സിംഗിൾ സ്ട്രാൻഡഡ് RNA വൈറസുകളാണ്. നെമറ്റോഡ് ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഈ രണ്ട് വൈറസുകൾ സാപ്പ് വഴിയും സീഡ് വഴിയും ട്രാൻസ്മിറ്റ് ചെയ്യാം. ഇനി നെപ്പോ എന്ന് പറയുന്ന പോളിഹെഡ്രൽ വൈറസ്, നെമറ്റോഡ് ട്രാൻസ്മിറ്റഡ് പോളിഹെഡ്രൽ വൈറസുകൾ, പോളിഹെഡ്രൽ അതായത് ഐസോമെട്രിക് ഷേപ്പുള്ള വൈറസുകൾ, ഈ ടൈപ്പ് വൈറസുകളെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന നെമറ്റോഡുകളാണ് സിഫിനിമ ലോങ്കിഡോറസ് ആൻഡ് പാരാലോങ്കിഡോറസ്. എന്നാൽ ട്യൂബുലാർ ആയിട്ടുള്ള നെമറ്റോഡ് ട്രാൻസ്മിറ്റഡ് വൈറസുകളെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന നെമറ്റോഡുകളാണ് ട്രൈക്കോഡോറസും പാരാട്രൈക്കോഡോറസും. ഇനി ഫംഗസ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വൈറസുകൾ, ട്രൂ ഫംഗസ് ആയിട്ടുള്ള ഒൽപീഡിയം ബ്രാസിക്ക ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വൈറസുകളായിരുന്നു നേരത്തെ പഠിച്ചിരുന്നു. ടൊബാക്കോ സ്റ്റണ്ട് വൈറസ്, ടൊബാക്കോ നെക്രോസിസ് വൈറസ്, പിന്നെന്താ ലെറ്റ്യൂസ് ബിഗ് വെയിൻ വൈറസ് ഒക്കെ. പിന്നെ അതുകൂടാണ്ട് തന്നെ പ്രൊട്ടോസോവൻ ഫംജി ആയിട്ടുള്ള പോളിമിക്സ ഗ്രാനുലസ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വൈറസുകളാണ് വീറ്റ് മൊസൈക്ക് വൈറസ്, ബാർലി യെല്ലോ മൊസൈക്ക് വൈറസ്, ഓട്ട് മൊസൈക്ക് വൈറസ്. അതുകൂടാണ്ട് ഇനിയും കുറെ എക്സാമ്പിൾസ് ഉണ്ട്. പോളിമിക്സ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് ബാർലി യെല്ലോ മൊസൈക്ക് വൈറസ്, ബെനി വൈറസ്. ബെനി വൈറസ് ആണ് ബീറ്റ് നെക്രോട്ടിക് യെല്ലോ വൈറസ് എന്ന് പറയുന്ന റൈസോമേനിയ ഡിസീസ് ഉണ്ടാക്കുന്ന വൈറസ്. ഫ്യൂറോ വൈറസ്, പെക്ലോ വൈറസ്, പെക്ലു എന്നൊക്കെ പറയുന്നത് പീനട്ട് ക്ലംപ് വൈറസ് എന്ന് പറയും. ഫ്യൂറോ വൈറസ്, പൊമോ വൈറസ് ഒക്കെ പോളിമിക്സ വഴി സ്പ്രെഡ് ആവുന്ന വൈറസുകളാണ്. ഇനി ബൈമോഡൽ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ അഫിഡിന് നോൺ സർക്കുലേറ്റീവ് ആയിട്ടും പെർസിസ്റ്റന്റ് ആയിട്ടും സെമി പെർസിസ്റ്റന്റ് ആയിട്ടും നോൺ പെർസിസ്റ്റന്റ് ആയിട്ടും അഫിഡിന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും ചില വൈറസുകൾ. എന്നാൽ കോളിഫ്ലവർ മൊസൈക്ക് വൈറസ് എന്ന് പറയുന്ന ഈ വൈറസ് നോൺ പെർസിസ്റ്റന്റ് ആയിട്ടും സെമി പെർസിസ്റ്റന്റ് ആയിട്ടും അഫിഡ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു അഫിഡിന് ഒരേ വൈറസിനെ നോൺ പെർസിസ്റ്റന്റ് ആയിട്ടും സെമി പെർസിസ്റ്റന്റ് ആയിട്ടും ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് ഈ ബൈമോഡൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഉദാഹരണം കോളിഫ്ലവർ മൊസൈക്ക് വൈറസ് ആണ്. അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അഫിഡിന്റെ എക്സാമ്പിൾ ആണ് മിസസ് പെർസിക്കെ അല്ലെങ്കിൽ ബ്രവിക്കോർണി ബ്രാസിക്കെ എന്ന് പറയുന്ന അഫിഡുകൾ. അപ്പൊ ഈ കോളിഫ്ലവർ മൊസൈക്ക് വൈറസിനെ ഈ അഫിഡുകൾ ഒന്നെങ്കിൽ നോൺ പെർസിസ്റ്റന്റ് ആയിട്ടും സെമി പെർസിസ്റ്റന്റ് ആയിട്ടും ട്രാൻസ്മിറ്റ് ചെയ്യും. ഇനി സീഡ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന അസുഖങ്ങൾ. സീഡ് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്, വൈറസിന്റെ സർവൈവലിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ്. അതുകൊണ്ട് തന്നെ സിസ്റ്റമിക് ആയിരിക്കും ഈ ഇൻഫെക്ഷൻ. അപ്പം ഇത് എക്സ്റ്റേണലി സീഡ് ബോൺ ആയിരിക്കാം, ഇന്റേണലി സീഡ് ബോൺ ആയിരിക്കാം. അപ്പം എക്സ്റ്റേണലി സീഡ് ബോൺ എന്ന് പറയുമ്പോൾ സീഡിന്റെ കോട്ടിൽ, ഇന്റേണലി സീഡ് ബോൺ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ എംബ്രിയോയോ അല്ലെങ്കിൽ എൻഡോസ്പെർമിനെയോ ആയിരിക്കും ഇൻഫെക്ട് ചെയ്യുന്നത്. ഈ സീഡിൽ എന്ന് പറയുമ്പോൾ മദർ പ്ലാന്റ് വഴിയോ അല്ലെങ്കിൽ പോളൻ വഴിയോ ആയിരിക്കും ചിലപ്പോൾ ഈ സീഡിനുള്ളിലേക്ക് വൈറസ് കയറുന്നത്. അപ്പം ഈ എംബ്രിയോ അതായത് ഇന്റേണലി സീഡ് ബോൺ വൈറസുകളാണ് ഈ എംബ്രിയോനെ അല്ലെങ്കിൽ എൻഡോസ്പെർമിനെ ഇൻഫെക്ട് ചെയ്യുന്നത്. എംബ്രിയോനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസുകളുടെ എക്സാമ്പിൾ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബീൻ കോമൺ മൊസൈക്ക് വൈറസ്, കൗപ്പി മൊസൈക്ക് വൈറസ്, ടൊബാക്കോ റിംഗ് സ്പോട്ട് വൈറസ് ഒക്കെ. പിന്നെ എൻഡോസ്പെർമിനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസ് ആണ് ബാർലി സ്ട്രൈപ്പ് മൊസൈക്ക് വൈറസ്. ഇനി സീഡ് കോട്ടിന്റെ പുറമേ ഉള്ള വൈറസുകൾ, ബീൻ കോമൺ മൊസൈക്ക് വൈറസ് രണ്ടിടത്തും ഉണ്ട്, ടൊബാക്കോ മൊസൈക്ക് വൈറസ്, ടൊമാറ്റോ സ്പോട്ടഡ് വിൽറ്റ് വൈറസ് ഒക്കെ. ഈ സീഡ് ട്രാൻസ്മിഷൻ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഹോസ്റ്റ് പ്ലാന്റ്, പ്ലാന്റിന്റെ ഏജ്, ഏത് സമയം, പ്ലാന്റിന്റെ ലൊക്കേഷൻ, ടെമ്പറേച്ചർ, ഇതൊക്കെ ആ ഒരു സീഡ് ട്രാൻസ്മിഷനെ ഇൻഫെക്ട് ചെയ്യുന്നതാണ്. പിന്നെ ഹോസ്റ്റ് പ്ലാന്റിന്റെ വെറൈറ്റി, ഇപ്പൊ ഈ ബീൻ കോമൺ മൊസൈക്ക് 90% ഒരു പ്രത്യേക വെറൈറ്റി വഴി ട്രാൻസ്മിറ്റ് ആവുമെങ്കിൽ 75% വേറൊരു വെറൈറ്റി ആയിട്ട് ട്രാൻസ്മിറ്റ് ആവുള്ളൂ. സോ ഇതാണ് വൈറസ് ട്രാൻസ്മിഷനെ പറ്റിയുള്ള ജനറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ.